മുത്താരം കൊന്ന് ആറങ്ങാനുണ്ടോ? അവിടേക്ക് ആളെ ഇങ്ങോട്ട് കഴിയാതി അവിടേക്ക്. അങ്ങോട്ട് അവിടെ ഇരിക്കേ. ഹലോ, മനസ്സിലായില്ല? അല്ല, ഞാൻ ഈ മുത്താരം കുന്നെന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. പിന്നെ എന്തിനാ അവിടെ ബസ് ഇറങ്ങിയത്? സത്യം പറ. ഞാനും ബസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ കള്ള നോട്ടും ആ പരുങ്ങലും ഇടയ്ക്കിടയ്ക്ക് പേനെടുത്ത് ഡയറിയിൽ എഴുത്തും. എന്തിനാണ് സുഹൃത്തെ എന്നോട് ഒളിച്ചു പിടിക്കുന്നത്? ഞാനും ഗവൺമെന്റിന്റെ ആള് തന്നെയാ. ഈ പ്രദേശത്ത് ഏത് സിഐഡി വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ളത് അതൊരു പതിവാണ്. പക്ഷെ ഞാൻ മതി 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 ഇനി ഒരു അക്ഷരം പറയണ്ട. എന്റെ സിഐഡി കൊട്ടാ. വാ 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 ഇവിടെ വാ വാ. അല്ല അതിരിക്കട്ടെ, സാറിപ്പം ഏത് കേസ് പിടിക്കാനാ അങ്ങോട്ട് പുറപ്പെട്ടത്? ഇതെന്റെ സ്വന്തം കേസ് തന്നെയാ. സ്വന്തം കേസോ? അതും എന്റെ നിയോജക മണ്ഡലത്തിലോ? സാറ് MLA ആണോ? അല്ല, ആയിട്ടില്ല. അടുത്ത് തന്നെയാകും. അതിന്റെ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. 1.5 വർഷം മുമ്പ് അമ്പലക്കുളത്തിൽ ശാന്തയുടെ ശവം പൊന്തിയല്ലോ, അത് കൊലപാതകമാണെന്ന് അന്ന് തന്നെ ഞാൻ സർവത്ര മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞിരുന്നു. സത്വര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടതല്ലേ? പ്ലീസ്, എന്റെ സ്വന്തം കേസെന്ന് പറഞ്ഞത് എന്റെ തന്നെ ജീവിത പ്രശ്നം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. നേരോ തലോടി കൊട്ടി ഇതും എന്റെ കഴിവുകൊണ്ട് ഞാൻ എത്തിച്ച. പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ പോയി കിടക്കാടാ? സാധനം എവിടെ വേണം? ഇവിടെ ഇറങ്ങിയോ? ഇങ്ങോട്ട് ഇറങ്ങിയോ? ഇവിടെ ഇറങ്ങിയോ? ആരേ ഇവിടെ വരും, ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കുകയും. വളരെ നാളത്തെ എന്റെ അസാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. എന്താ പേരെന്ന് പറഞ്ഞു? ദിലീപ് കുമാർ. അതെ, ദിലീപ് കുമാരൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം. സാർ, എന്റെ കടയിലിരിക്കാം. സാർ, എന്റെ കടയിൽ പഴംപൊരിയുണ്ട്. സാർ, എന്റെ കട ദോശയുണ്ട്. എന്റെ കടയിൽ ഉണ്ടംപൊരിയുണ്ട്. സാർ, എന്റെ മനുഷ്യരായ സ്വൈര്യാണ് ആവശ്യം. ആ സ്വൈര്യം നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങളെ എന്ത് ചെയ്യണം? ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ സാറിന് എന്താ ആവശ്യം? എന്താ വേണ്ട? എന്നോട് പറയും. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതെന്താ? സാറിന് വാസുവിനല്ലേ കണ്ടത്? എടാ അയ്യപ്പാ, എടാ പെട്ടിയെടുക്കടാ. വരൂ വരൂ. എനിക്ക് തീരെ സമയമില്ല. ഞാൻ ദിലീപ് കുമാർ. ഓ, പോസ്റ്റ് മാസ്റ്റർ. അതെ. രാമദാസ് മാഷിന്റെ കത്ത് മെനഞ്ഞാന്ന് കിട്ടി. ഇതുവരെ മറുപടി അയച്ചില്ല. ആള് വരാൻ 2-3 ദിവസം അല്ലോ എന്ന് വിചാരിച്ചു. താമസ സൗകര്യം അതൊക്കെ ഞാൻ ഇന്നലെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. മാസ്റ്റർക്ക് സൈക്കിൾ അറിയാമല്ലോ. പിന്നെന്താ? അയ്യപ്പാ, പെട്ടി ഇതിലോട്ട് ഇറങ്ങിയെടുത്ത. ഞാൻ കരുതിയില്ല മുത്താരംകുന്ന് ഇങ്ങനെ ഒരു കുഗ്രാമമാണെന്ന്. ഗ്രാമമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ സിനിമാ തിയേറ്റർ ഇല്ലേ? 6 കിലോമീറ്റർ ദൂരെ ഒരെണ്ണമുണ്ട്. പക്ഷെ അവിടെ ജീവിത നോക്കിയും നീലക്കുയിലും ഒക്കെ റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. 10 കിലോമീറ്റർ ദൂരെ പോയാൽ പുതിയ പടങ്ങൾ കാണാം. അവിടെ കാണാൻ കുറെ തോടുന്നുണ്ട്. കയറ്റമൊക്കെ കഴിഞ്ഞു മാഷേ, ഇനി കയറാം. സൗകര്യങ്ങളൊക്കെ കുറവാ.
പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അയ്യോ, എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, വാ. ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോടോ, രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ചായയല്ല ഈ ചായ, ഞാൻ കൊണ്ടുവന്ന ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ് ഇതൊന്ന് എടുത്തോണ്ട് പോകും. സാറ് കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ല നല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ആദായ വിലയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ? സാറേ, എന്താ? സമീപ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തുകൾ ഇന്ന് തന്നെ മേൽവിലാസക്കാരന് കിട്ടുമോ? സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ? ഇവിടെ വളരെ വളരെ അടുത്തുള്ളൊരാക്കാ. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ല, അത് വേണ്ട, എല്ലാം അതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം. അതുകൊണ്ടാ. എങ്കിൽ പിന്നെ അങ്ങനെ ആട്ടെ. ഓഹോ. വാസുവേ, എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ന് എന്റെ കൂടെ ഒന്ന് വരണം. ആരൊക്കെയാ ഏതൊക്കെയാ വീടൊന്നും ഒരു പിടിയില്ല. അതെന്താ, പോവാലോ? സൈക്കിൾ വേണ്ടേ? പിന്നെ ഇതെടുത്തോ. അടേ, ഞാൻ വരാൻ കുറച്ച് താമസിക്കും കേട്ടോ. ചോറുണ്ടോ എന്റെ വീട്ടിന്ന്? അത് ഞാൻ വന്നിട്ട് പറയാം. കൂടി 4-5 എഴുത്തേ ഉള്ളൂ. പിന്നെ MK സഹദേവൻ, ചായക്കച്ചവടം, മുത്താരംകുന്ന് പിയോ. ആളാരാ? അയ്യോ, അതറിഞ്ഞൂടെ? ഇല്ല. 2 ഭ്രാന്തന്മാരില്ലേ ചായക്കട നടത്തുന്നവരെ? ഓ, അതില് മൂത്തോനാ. അതാണോ സാധനം? നമ്മുടെ ഉണ്ടംപൊരി. ഉണ്ടംപൊരിയോ? MK സഹദേവൻ. എന്താ സാറേ? ഒരു കത്തുണ്ട്. അയ്യോ, എനിക്കോ? ആര്? എവിടുന്ന്?
നിനക്കല്ല ആളുകൾ കത്തയച്ചു തുടങ്ങിയാടേ. ചുമ്മാ ചായ കുടിച്ചിരുന്നിട്ട് പോണേ. പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക, ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എടാ ചീക്കക്കുടവയറ, എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല. അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം എന്ന് നിന്റെ അന്തകൻ നകുലൻ. ഇവിടുത്തെ പുതിയ പോസ്റ്റ് മാസ്റ്ററാണ്. നമസ്കാരം. അമ്മനെക്കുട്ടി, ആ കാലിന് എന്ത് പറ്റി? അല്ല കാലിന് നിങ്ങളൊക്കെ തോന്നുമ്പം വരും, തോന്നുമ്പോ പോവും. എന്തിനാ ഈ നാട്ടിൽ ഇങ്ങനൊരു പോസ്റ്റ് ഓഫീസ്? അടച്ചുപൂട്ട് സീൽ വെച്ച് പൊയ്ക്കൂടെ? അല്ല, ഇനി മുതൽ കാര്യക്ഷമമായി നടത്തും. എന്നാ ഞങ്ങള് എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. കാര്യക്ഷമം അല്ല, ഇനി കാര്യക്ഷമമായി പ്രവർത്തിക്കും പോസ്റ്റ് ഓഫീസ്. ഇറങ്ങട്ടെ. എന്നാ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് വാമാഷേ. നല്ല കിളി പോലത്തെ ഒരു കൊച്ച്. ആ കശ്മീരിലെ മോളാണ്. പതുക്കെ പറ, തടി ചീത്താക്കണ്ട. സത്യം പറഞ്ഞാ എനിക്ക് ഒന്നുകൂടി കണ്ടാ കൊള്ളാന്നുണ്ട്. എന്തോ ആദ്യം കണ്ടപ്പോ തന്നെ ഒരു 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 എന്താണെന്ന് അറിഞ്ഞു. കേറ് കേറ്. എടാ പെരുങ്കള്ള, 10,000 രൂപ കട്ടത് നിന്റെ അച്ഛനാടാ. അമ്മയുടെ കള്ളയൊപ്പിട്ട് 60 സെന്റ് സ്ഥലം തട്ടിയെടുത്തത് നീയാണടാ. എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ. വരുന്നടോ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. രാമേന്ദ്രൻ പിള്ള, അന്തിക ചോട, അലിയാരും, ഭാരതിയമ്മ, പ്രിയപ്പെട്ട ചോട്ടനോ, ചോട്ടന്റെ കുത്ത് കിണ്ടി. ചോട്ടൻ എന്നെ കറുപ്പിണിയാക്കിയിട്ട് ആടിക്കളയാമെന്ന് നക്കണ്ട. ഭാരതിയമ്മ, ഭാരതിയമ്മ ഇതൊന്ന് അന്വേഷിക്കേണ്ട കേസാണല്ലോ. രാമചന്ദ്രൻ ടു മമ്മൂട്ടി. മമ്മൂട്ടിയോ? ഫിലിം ആക്ടർ, ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ, മദ്രാസ്. ആരുടെ എവിടുന്ന് മമ്മൂട്ടി കഴിക്കാൻ? ഫ്രം KP അമ്മണിക്കുട്ടി, KJ ഹൗസ്,
മുത്താരംകുന്ന് പിയോ. മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന്, ചേട്ടന്റെ ഒരു ആരാധികയാണ് ഞാൻ. ഓഹോ, ചേട്ടൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിൽ ഈ കത്ത് വായിക്കുവാൻ ചേട്ടന് സമയം കാണില്ല എന്നറിയാം. അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഒരപേക്ഷ മാത്രം. ചേട്ടന്റെ ഒരു ഫോട്ടോ നിർബന്ധമായും ഉടനെ എനിക്ക് അയച്ചു തരണം. മറക്കരുതേ, മറക്കരുതേ എന്ന് അനുജത്തി അമ്മിണിക്കുട്ടി. ഓ, അപ്പം സിസ്റ്റർ ലയനാണ്. അമ്മിണിക്കുട്ടി, തൽക്കാലം ഇതിരിക്കട്ടെ. അല്ല, ഈ KJ ഹൗസ് എന്ന് പറയുന്നത് ആരുടെ വീടാ? എന്താ ഇടപാട് KJ ഹൗസില്? ഇടപാടൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കത്തുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം പോയപ്പം ഈ KJ ഹൗസിൽ പോയിരുന്നു. മറക്കാൻ വഴിയില്ലല്ലോ. നമ്മുടെ കിളിയെ, അമ്മിണിക്കുട്ടി, അവളുടെ വീട് തന്നെ. ആരാ അത്? എന്താ വേണ്ടേ? അല്ല, ഞാൻ പിന്നെ ഇവിടുത്തെ ഫയൽമാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആരെ ആരെ ആരെ? ഇവിടുത്തെ ആശാനെ. ഇവിടെ ഇല്ല, വെളിയിൽ പോയിരിക്കുക. ഇപ്പൊ വരും. എവിടുന്നാ? എന്റെ വീട് കൊല്ലത്താ. ഞാനിവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററാ. ഓ, കത്ത് വല്ലതുണ്ടോ? ഇല്ല, ഇപ്പൊ കത്തില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ ഫയൽമാനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നു. ആരെ ആരെ ആരെ? ഇവിടുത്തെ ആശാനെ. ആ, അകത്തോട്ട് കയറി ഇരിക്കൂ. അകത്തില്ലല്ലോ, ഉറപ്പാണേ. വരൂ. ഇരിക്ക്. അമ്മേ, ഉം. ഞാൻ അമ്മയെന്ന് വിളിച്ചതിൽ ദേഷ്യം തോന്നരുത്. എന്തോ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി. അമ്മേ, ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? ഞാനും അമ്മുവിന്റെ അച്ഛനും പിന്നെ അമ്മു. എന്താ? അല്ല, ഈ രജിസ്റ്റർ ചെയ്ത കത്തുകൾ വരുമ്പോൾ നേരിട്ട് മേൽവിലാസക്കാരനെ ഏൽപ്പിക്കണം എന്നാണ് നിയമം. എനിക്ക് എല്ലാവരെയും നേരിലൊന്ന് പരിചയപ്പെടണം. അമ്മ ഇവിടെ ഇല്ലേ? ഓ, അവർക്കാരും കത്തയക്കാനൊന്നുമില്ല. അഥവാ വല്ല രജിസ്റ്ററോ മറ്റോ? ഏയ്, ഇവിടെ അങ്ങനെ കത്തൊന്നും വരാറില്ല. പിന്നെ ആകെ കൂടെ വരുന്നത് വക്കീൽ നോട്ടീസാ. ഓഹോ, അത് ഇടയ്ക്കിടയ്ക്ക് വരും. അത് ശരി. വല്ല ഇല്ലല്ലോ മറ്റാവശ്യമുണ്ടോ? ഏയ്, അഥവാ വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ പറഞ്ഞു വിട്ടാ മതി. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും. ഇവിടത്തേക്കാവുമ്പോ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് തരാം. ഈ ഇല്ലന്റും കാർഡും ഒക്കെ. കൊല്ലത്താണെന്നല്ലേ പറഞ്ഞത്? ഇവിടെ എവിടെയാ താമസിക്കുന്നേ? ഇവിടെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചതാ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊല്ലത്താവുമ്പോ കാറുള്ളത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അച്ഛന്റെ കാറോ ചേട്ടന്മാരുടെ കാറുകളോ ഞാൻ ഉപയോഗിക്കാറ്. എല്ലാവർക്കും കാറുണ്ടോ? ഉണ്ട്. കാറുണ്ട്, ലോറിയുണ്ട്, ബസ്സുണ്ട്. ഹോ, അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്താ തെറ്റ്? വെറുതെ എന്തിനാ ഈ ജോലിക്ക് വന്നത്? അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ. അമ്മേ, അച്ഛൻ വരുന്നുണ്ട്. അയ്യോ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ല, കാണണോന്ന് പറഞ്ഞിട്ട്? അല്ല, അത് സമയം ഒരുപാടായി പോയി. അതുപോലെ പോസ്റ്റ് ഓഫീസ് തുറന്നു കിടക്കുകയാണ്. ഞാൻ പിന്നെ വരാം.
കത്തുണ്ടോ? കത്തോ? ധാരാളം ഉണ്ട്. ഇല്ലന്റ് ഉണ്ട്, കാർഡുണ്ട്, സ്റ്റാമ്പ് ഉണ്ട്. ഏത് വേണം? KP അമ്മണിക്കുട്ടിക്ക് കത്തുണ്ടോന്നാ ചോദിച്ചത്. ഓ അത് ശരി. എന്നാ അത് പറയണ്ടേ? പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് കത്തുണ്ടോന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? പേരെന്താണെന്നാ പറഞ്ഞത്? അമ്മണിക്കുട്ടി. മദ്രാശിന്ന് കത്ത് വരാൻ എത്ര ദിവസം എടുക്കും? അത് കത്തിന്റെയും ആളിന്റെയും വെയിറ്റ് പോലിരിക്കും. ഏതായാലും അമ്മണിക്കുട്ടിക്ക് കത്തൊന്നുമില്ല. നോക്കിയാൽ ശരിക്കും നോക്കിയതാ. കത്ത് വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് ദിവസം തോറും എത്രയോ ആരാധകരുടെ കത്തുകൾ എനിക്ക് കിട്ടാറുണ്ട്. അവയ്ക്കൊന്നിനും ഞാൻ മറുപടി എഴുതാറില്ല. സമയക്കുറവ് തന്നെ കാരണം. ആദ്യമായി അതിന് തുനിയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അമ്മണിക്കുട്ടിയുടെ നാട്ടിലുള്ള ഏതോ ഒരു പോസ്റ്റ് ഓഫീസിൽ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്നുണ്ട്. പേര് ദിലീപ് കുമാർ. അവൻ ഒന്നാന്തര ഒരു നടനാണ്. അവനെ പലതവണ ഞാൻ സിനിമയിലേക്ക് ക്ഷണിച്ചതാണ്. എന്തോ അവൻ വരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് കോളേജ് പഠിച്ചിരുന്നപ്പോ ഒരു മുറിയിൽ ഒരേ പായിലാണ് കിടന്നുറങ്ങിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവനിപ്പോ എനിക്ക് കത്തുകളൊന്നും എഴുതുന്നില്ല. അനുജത്തി അവനെ കാണുകയാണെങ്കിൽ എനിക്കൊരു കത്തെഴുതാൻ പറയണം. എന്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി. അവന്റെ കയ്യിൽ എന്റെ ഒരുപാട് ഫോട്ടോകളുണ്ട്. അവനെ കാണാൻ കഴിയാത്ത രീതി മമ്മൂട്ടി ചേട്ടന് വലിയ ദുഃഖമുണ്ടെന്ന് അനുജത്തി പറയണം. എന്നിട്ട് എനിക്ക് വീണ്ടും എഴുതുക. സ്വന്തം മമ്മൂട്ടി ചേട്ടൻ. നോക്കടി നോക്ക്. നീയല്ലേ പറഞ്ഞത് മമ്മൂട്ടി ചേട്ടൻ എനിക്ക് കത്തയക്കില്ലെന്ന്? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എവിടെ നോക്കട്ടെ. എന്ത് നല്ല കൈപ്പട അല്ലേ? നമ്മുടെ പുതിയ പോസ്റ്റ് മാസ്റ്റർ ആണോ ഈ ദിലീപ് കുമാർ? ആണെന്നാ തോന്നുന്നേ. ആണെങ്കിൽ നിനക്ക് നിന്റെ മമ്മൂട്ടി ചേട്ടന്റെ ഫോട്ടോ കിട്ടുമല്ലോ. ഓ, അയാളോട് എങ്ങനെ ചോദിക്കുക? എങ്കിലും മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, തരാതിരിക്കില്ലല്ലേ? ഏയ് കർച്ചീഫ്. ദിലീപ് കുമാറിനോട് ചോദിച്ചാൽ ഫോട്ടോ ഒപ്പിക്കാം. എനിക്കും വയ്യ, നീ പോയി ചോദിക്കേ. ദിലീപ് കുമാർ എന്നാണോ സാറിന്റെ പേര്? എന്തിനാ എന്റെ പേരറിയുന്നത്? അല്ല, അത് കത്ത് വല്ല. കത്ത് വരുമ്പം കൊണ്ടുവന്ന് തരും. എന്റെ പേർ ദിലീപ് കുമാർ എന്ന് തന്നെയാണ്. പക്ഷെ അത് അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. മനസ്സിലായോ? ക്ഷമിക്കണം. ക്ഷമിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം ഒരു ക്ഷമ ചോദിക്കൽ. എന്തൊരു സാധനമാടാ ഇത്. മമ്മൂട്ടി ചേട്ടന്റെ ഒരു സ്വഭാവ ഗുണവും ഇയാൾക്കില്ല. മോരടൻ. അമ്മേ, അമ്മേ, ദേ അച്ഛൻ വരുന്നുണ്ട്. കൂടെ ഒരു പുതിയ രാക്ഷസനും ഉണ്ട്. ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നും കൊണ്ടേ വരൂന്ന്. ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും താറാവിനും കൊല്ലാനേ നേരം കാണും. എന്റെ ദൈവമേ, എത്ര ദിവസത്തേക്കാണോ എന്തോ. വരുന്നു. കൊണ്ടാ മിഥുനെ, നീ പോയി 5-6 കരിക്കിരിക്കെ. 5-6 എന്തോന്നാവാനാ? ഒരു 10-25. ഭവാനി, ഈയിടെ ആയിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി. മരുന്നും ലേഹ്യമൊന്നും കഴിക്കുന്നില്ലേ? എന്നാ മോളുടെ സ്കൂൾ അടയ്ക്കുന്നത്? അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോകണ്ടേ? കൂടുതലൊന്നും വിസ്തരിക്കണ്ട, മനസ്സിലായി. ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അതെ, എന്തുദ്ദേശിച്ചായി പുറപ്പാട്?
ഒക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് നിർത്തും ഭവാനി. ഉടുമ്പിനെ മലത്തുന്ന അന്ന് ഞാൻ നിർത്തും. ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോകുന്നേ? ഗോദായിലെ പക അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഇപ്പൊ ആരാ വന്നിരിക്കുന്നറിയാമോ? ജിങ്കാന അപ്പുക്കുട്ടൻ പിള്ള. നീ നോക്കിക്കോ, ജിങ്കാന ഉടുമ്പിനെ മലത്തും. മലത്തും. ഇനി വിറ്റ് പെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ? പെണ്ണൊരുത്തിയുള്ളത് പ്രായം ചെന്ന് നിൽക്കുകയാണ്. അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക്? ഈ ഗോതയും കുസ്തിയും അല്ലാതെ. അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നോളും. നീ ഒരു രണ്ടടങ്ങി അരി കൂടെ ഉണ്ണാൻ ജിങ്കാനായി മറ്റൂരും കാണും. ഓ, എനിക്ക് വയ്യ കണ്ടപ്പേര് വയർമാർക്ക് വെച്ച് വിളമ്പാനും പിടിക്കാനും ഒക്കെ. എന്താ അപ്പുകുട്ടമ്പിള്ളേ, ഊണിന് കോഴിയിറച്ചിയില്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? നല്ല കാര്യായി. അല്ല, മണമൊന്നും വന്നില്ല. ഇനി കോഴിയെ പിടിക്കാനും പൂട പറിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം. ഒരു 3 ഇല്ല. 1 രൂപ 5 പൈസ. 1 രൂപ 5 പൈസ. ചായയോ മറ്റോ വേണോ സാർ? വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം. മറ്റവനില്ലേ ആ തിണ്ട് നകല്, ദയവ് ചെയ്ത് സാർ അവന് ഇല്ലെന്നും കാർഡ് ഒന്നും കൊടുക്കരുത്. ആവശ്യക്കാർക്ക് കൊടുക്കാനല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അവൻ എന്തോന്ന് ആവശ്യം സാറേ? അവന്റെ അമ്മാവിയമ്മയുടെ പൊലവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനോ? ഇവിടെ തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, അവനോടെ കടയിലുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യാൻ വിഴുങ്ങുമോ? ഇടിച്ചവന് 32 പല്ല് ഞാൻ കളയും. സാർ ഇനി അവന് ഇന്ത്യയിൽ ഒന്നും കൊടുക്കരുത്. ഇനി അവനിക്ക് കത്തെഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞേര്. ഞാനായിരുന്നു എന്റെ കൂലിക്കാരനോ? താൻ പറയുമ്പോ പോയി അങ്ങോട്ട് പറയാൻ. സാറിനറിയാവോ, എനിക്കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവ് പിടിച്ച് തട്ടിയെടുത്ത തെണ്ടി കള്ളനാവ്. പാടം വിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് 10,000 രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത്. പോയെ പോയെ താനും പോയെ. രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടൻ അറിയുന്നതിന് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത്. കത്തയച്ചതിന് 1000 നന്ദി. ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ്. ഒരു മുരടൻ. മമ്മൂട്ടി ചേട്ടനും ഇയാളെപ്പോലെ വലിയ ഗമയാണോ? ഇല്ലെന്ന് എനിക്കറിയാം. പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ. മമ്മൂട്ടി ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചു തന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല. എന്ന് അനുജത്തി അമ്മണിക്കുട്ടി. പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത്. എന്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി. അവൻ ഗമയുള്ളവനാണെന്ന് എഴുതി കണ്ടതിൽ ഖേദിക്കുന്നു. ആ പരിക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത്. അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ് കുമാറിനെ ഇഷ്ടപ്പെടണം. കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്തു തന്നെയായാലും കുട്ടി തനിച്ച് എന്ന് വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ. ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും. അവൻ അങ്ങനെയാണ്. അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. സ്നേഹപൂർവ്വം, സ്വന്തം മമ്മൂട്ടി ചേട്ടൻ. പാവം, വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്തായാലും ആളൊരു മുരടനാ. മമ്മൂട്ടി ചേട്ടന് നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാലോ. പിന്നെങ്ങനെയാ തെറ്റുന്നേ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും
നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാ മതി. അങ്ങനെയാണല്ലേ എഴുതിയിരിക്കുന്നേ. നമുക്കറിയാഞ്ഞിട്ടടി പുറമെ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെ ഉള്ളു മോശമായിരിക്കും. എനിക്കതല്ലേ പേടി. നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടി ചേട്ടൻ അറിയിച്ചാലോ? അത് സാരമില്ല, നീ പോയി ഫോട്ടോ ചോദിക്ക്. എന്താ ഇവിടെ ഇല്ലന്റാണോ? ഞാൻ ഇല്ലന്റൊന്നും വീട്ടിൽ വെക്കാറില്ല, പോസ്റ്റ് ഓഫീസിലേക്ക് വരും. എനിക്ക് ഫോട്ടോ വേണമായിരുന്നു. ഫോട്ടോയോ? കുട്ടിക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ? മാസ്റ്ററിന്റെ അല്ല. മാസ്റ്റർ? ഓ, പോസ്റ്റ് മാസ്റ്റർ. ക്ഷമിക്കണം, എന്നെ അങ്ങനെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പേര് വിളിക്കാം. എന്റെ പേര് ദിലീപ് കുമാർ. അറിയാം. അതെങ്ങനെ? എനിക്ക് മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ? മമ്മൂട്ടി ചേട്ടനോ? അതാര്? ഓ, അപ്പൊ കുട്ടിയാണോ എന്നെ കുറിച്ച് ആ കത്തെഴുതിയത്? അത് ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പറ്റില്ലാത്തവനാണെന്നും കുട്ടി അവനെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതല്ല, സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ലല്ലോ. മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ? പിന്നെ അല്ലാതെ. കുറെ നാളായി ഞാൻ ആർക്കും കത്തെഴുതാറില്ലായിരുന്നു. കുട്ടിയല്ലേ എന്റെ മേലുല്ലാസം അയച്ചു കൊടുത്തത്? അതെ, എന്നോട് എഴുതി ചോദിച്ചു. ആകെ കുഴപ്പമായി. ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരിടത്ത് സ്വൈര്യമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ? മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? സുഹൃത്തിന്റെ കത്ത് വരുന്നത് ശല്യമായി കരുതുന്നത് എന്തിനാ? അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവൂല. പുള്ളിക്കാരൻ ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും, മദ്രാസിലോട്ട് വാ, മദ്രാസിലോട്ട് വാ. എനിക്ക് പറ്റില്ല. എനിക്ക് സിനിമയും വേണ്ട, ഒരു കുന്തവും വേണ്ട. അപ്പോ മമ്മൂട്ടി ചേട്ടൻ എഴുതിയതൊക്കെ സത്യം തന്നെ? എന്ത്? ഇക്കാര്യം മമ്മൂട്ടി കുട്ടിക്ക് എഴുതിയോ? വലിയ കഷ്ടം തന്നെ. സിനിമയോട് അത്ര വെറുപ്പാണോ? എനിക്കിഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആടിപ്പാടാനും. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ പരിചയവും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നത് തന്നെ എനിക്കിഷ്ടം. എന്നാ ഞാൻ പോവാം. പിന്നെ അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയില് ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരും അല്ല, പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, പിന്നെ ഇഷ്ടം. മുഖസ്തുതി പറയുന്നതും കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല. ഒരു സത്യം പറയട്ടെ, ഗ്രാമത്തിന്റെ ശാലീനതയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക്. ഞാൻ പോട്ടെ, ആ ഫോട്ടോ ഇനി തരുമോ? ഫോട്ടോ തരാം. അത് ഈ പെട്ടിക്കടിയിൽ എവിടെയാണ്? ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ അവൾ വരുമ്പോൾ കൊണ്ടുവരാം. വീട്ടിൽ കൊണ്ടുവരണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോകുന്നു.